ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ലൂസിഫർ 2 എമ്പുരാൻ സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അപ്പോൾ അതേ കൊച്ചുകൂടിയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഒപ്പീനിയൻ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വെൽക്കം ടു അവർ ചാനൽ AGP's വേൾഡ്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ദിവസം ലൂസിഫർ കണ്ടു കേട്ടോ. ലൂസിഫർ 2 എമ്പുരാൻ. അപ്പം പടത്തിനെ കുറിച്ചൊക്കെ കുറേ റിവ്യൂസ് നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പം റിവ്യൂസൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഞാനും സിനിമയ്ക്ക് പോയത്. ആദ്യം ഈ പടം ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ റിവ്യൂസിൽ മജോറിറ്റി റിവ്യൂവും നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു. അപ്പോൾ റിവ്യൂസ് കണ്ടിട്ട് പോയതുകൊണ്ട് തന്നെ ആവണം ഞാൻ ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാണ്ടാണ് പോയത്. അപ്പോൾ ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് പോയതുകൊണ്ട് ആക്ച്വലി സ്പീക്കിംഗ് സത്യം തുറന്നു പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. ഞാൻ അന്ന് ട്രെയിലർ ഇറങ്ങിയപ്പോഴും ടീച്ചർ ഇറങ്ങിയപ്പോഴും നെഗറ്റീവ് ഷെയ്ഡിലായിരുന്നു ഞാൻ റിവ്യൂ ഇട്ടതെങ്കിൽ ഞാൻ ട്രെയിലർ ഇറങ്ങിയപ്പോൾ പറഞ്ഞിരുന്നത് പടം 50 ഹിറ്റാണ്. ഇപ്പം തന്നെ പടം ഹിറ്റാണ്. 100 കോടിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോവാ. ഇനി പിടിച്ചാൽ കിട്ടുമൊന്നുമില്ല. പക്ഷേ പടത്തിനെ കുറിച്ച് ഒത്തിരി നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടായിരുന്നു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയല്ല. ഇത് എബ്രാൻ ഖുറേഷിയുടെ ഒരു കഥയാണ്. ഇത് മിക്സാണ്. അപ്പോൾ ഇതിൽ കുറേ പേര് റിവ്യൂലൊക്കെ പറഞ്ഞു കേട്ടു മുണ്ടും മടക്കി കുത്തി വന്ന മോഹൻലാലിനെ പ്രതീക്ഷിച്ച് മോഹൻലാലിൻ്റെ ഡയലോഗ്സ് പ്രതീക്ഷിച്ച് വന്നിട്ട് 5 ഡയലോഗൊക്കെ കൊടുത്തോളൂ. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒന്നും തോന്നിയില്ല. എനിക്ക് പേഴ്സണലി തോന്നിയത് ഇത് ആപ്റ്റാണ്. മോഹൻലാൽ കറക്റ്റായിട്ട് ചെയ്തു. കൊടുക്കേണ്ടതെല്ലാം മോഹൻലാലിന് പൃഥ്വിരാജ് കൊടുത്തു. നല്ല അടിപൊളിയായിട്ട് ചെയ്തു. പൃഥ്വിരാജും മോഹൻലാലും കൂടി നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. എനിക്കങ്ങനെയാണ് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ ആകപ്പാടി പടത്തിനെ കുറിച്ച് നെഗറ്റീവ്സ് പറയാനാണെങ്കിൽ ഒരു നെഗറ്റീവ് പടം ഒരു 3 മണിക്കൂറിന് മുകളിലുണ്ട്. അത് കുറച്ച് കൂടിപ്പോയതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ വമ്പൻ ഇടിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വെടിയും കുത്തും പോകും. ആ 2 ഇതല്ലാണ്ട് എനിക്ക് പടം അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില സീനൊക്കെ വന്നപ്പോഴത്തേക്കും ശരിക്കും എല്ലാവരും 1-2 സീനുണ്ട് ശരിക്കും ഞാൻ തിയേറ്ററിൽ എല്ലാവരും തന്നെ കൈ അടിച്ച 2-3 സീൻസ് ഉണ്ട്. അപ്പോൾ ആ സീനുകൾ ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പം എന്താ പറയുക, ഒരു ഡൈഹാർട്ട് മോഹൻലാൽ ഫാൻസിന് എന്തായാലും പടം ഇഷ്ടപ്പെടും. അല്ലാത്തവർക്ക് ഈ പടം എന്തായാലും ഇഷ്ടപ്പെടണം. കാരണം നല്ല പടമാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. L1 ബാക്കിയാണ് L2. ലൂസിഫർ പോലെ ആയോ എന്ന് പ്രതീക്ഷിച്ച് പോകരുത്. ലൂസിഫർ കിട്ടില്ല ഇതിൻ്റെ അകത്ത്. ഇത് എമ്പുരാനെ കിട്ടത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് ഒരിക്കലും ലൂസിഫർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടില്ല. എമ്പുരാനെ കിട്ടത്തുള്ളൂ. സ്റ്റീഫൻ നെടുമ്പള്ളിനെ മുഴുവനായിട്ട് കിട്ടില്ല. ഇതിൽ 90% എബ്രാം ഖുറേഷി എബ്രാം. അപ്പോൾ അങ്ങനെയാണ് ഈ പടത്തിന് എടുത്തു വെച്ചാണ്. ഇനി ഇതിനൊരു 3rd ഭാഗം കൂടി ഉണ്ട്. അത് മുരളി ഗോപി പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ. ബാക്കി കഥ അവിടെയാണ്. അപ്പൊ എന്റെ കൊച്ചിനോട് ചോദിച്ചാൽ അവനും പറയും എങ്ങനെയുണ്ട് പടം. നിനക്ക് പടം എങ്ങനെയുണ്ട് ഗീറു? ഉറക്കെ പറ, എല്ലാരും കേക്കട്ടെ. കണ്ടോ, അവനും പടം ഇഷ്ടപ്പെട്ടു. ചില സീനിലൊക്കെ അവനും കൈയടിച്ചിട്ടുണ്ട്. അപ്പം പടത്തിന് റേറ്റിംഗ് കൊടുത്തതിന് 16+ ആണെങ്കിലും പിള്ളേരെയും കൊണ്ട് പോകുന്നതിലൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല, അങ്ങനെ തന്നെ പറയാം. പിന്നെ എന്താ പറയാ, സത്യം പറഞ്ഞാൽ ഇത് മോഹൻലാലിന്റെ ഒരു വമ്പ ഹിറ്റാണ്. പൃഥ്വിരാജ് മോഹൻലാലും കൂടെ നമുക്ക് ഈ സീസണിൽ തന്നേക്കുന്ന ഒരു അടിപൊളി ഹിറ്റ് തന്നെയാണ് ഈ പടം. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഈ പടം എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഇതിന്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അത് കിഡുവാണ്. അത് ചെയ്തേക്കുന്നത് അടിപൊളിയായിട്ടാണ്. പിന്നെ വിഷ്വൽ എഫക്റ്റും തകർപ്പനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഈ പടം OTT കണ്ടിട്ട് ഒരു കാര്യമില്ല, വെറുതെ നമുക്ക് OTTയിൽ കാണാമെന്നുള്ളൂ. അപ്പൊ ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. അപ്പൊ ഇതാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം താഴെ ഇട്ടോട്ടോ. ഇതിൽ കുറെ പേര് നെഗറ്റീവ് പറയേണ്ട, അതൊന്നും പ്രശ്നമല്ല. നെഗറ്റീവ് കമന്റ്സും ഈ പടത്തിന് വന്നിട്ടുണ്ട്. അവർ അത്രയ്ക്ക് പ്രതീക്ഷിച്ച് പോയോണ്ടാ, ഞാൻ പ്രതീക്ഷ ഇല്ലാണ്ടാ പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കുത്തിയേരാം കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബും ചെയ്തേരാം. അപ്പോൾ എത്രയേ ഉള്ളൂ. ബൈ ഫ്രം AGP's വേൾഡ്.